ഇവിടെ ഈ പൂജ വെപ്പിനൊന്നും ഇവിടുത്തെ ആർമി സ്കൂളിൽ അവധിയൊന്നും ഇല്ല തോന്നുന്നു. കാരണം ഡെയിലി ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നും പോകണമായിരുന്നു, പക്ഷേ ഇന്നെന്തോ സെലിബ്രേഷൻ എന്തോ ആണ് കേട്ടോ. പക്ഷേ ലീവേ ഇല്ല, നാളെയും പോകണം. എന്തവർക്ക് ലീവ് കൊടുക്കാത്തെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ 2-3 ദിവസം അവധിയല്ലേ. പുസ്തക പൂജ, വാഹന പൂജ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പൂജകളില്ലേ. നൈനൂന് ലീവാണ് കേട്ടോ. കേവിക്ക് ഒരാഴ്ച കൂടുതൽ ലീവ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. നൈനൂന് സ്കൂളില്ലാത്തത് കൊണ്ട് നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം വൈകി എണിച്ചാൽ മതി. നൈഹൂന് പിന്നെ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നൈഹൂട്ടിനെ സ്കൂളിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പാലക്ക തോരനാണ് കേട്ടോ. ഞാൻ ഈ ഇലക്കറികളൊന്നും നാട്ടിലായാലും ഇങ്ങനെ തോരനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പേടിയുണ്ട്, കാരണം ഇങ്ങനെ കുഴഞ്ഞു പോകുന്നു. അധികം വേവിക്കാനും പാടില്ല, കുഴഞ്ഞു പോകില്ലേ. പക്ഷേ എൻ്റെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തണ്ട് സെപ്പറേറ്റ് വേവിച്ചു, എന്നിട്ടാണ് ഇല ഇട്ടത് കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് പോകില്ല. പിന്നെ ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുക്കറിന് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടിഷ്യൂ പേപ്പർ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ, തെറിച്ച് പോവില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ളും ചുറ്റിനും ഈ പരിപ്പ് വെച്ച് കഴിഞ്ഞാൽ തെറിക്കല പണി കേട്ടോ. അങ്ങനെ നമ്മൾ പരിപ്പ് ചാറ് വെച്ചു, കൊത്തിക്കാച്ചിയത്. തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ല ഫേമസ് ആണ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ തൃശ്ശൂരാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊന്നും അധികം ഇങ്ങനെ പരിപ്പ് വയ്ക്കാറില്ല, ഗ്യാസ് ആയതുകൊണ്ടായിരിക്കുന്ന തോന്നുന്നത്. എല്ലാവർക്കും ഗ്യാസാണ്. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഉപ്പിലിട്ട കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പച്ചമോരുണ്ടായിരുന്നു, അത് കുറച്ച് കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ കടയിൽ പോയി ഒടുക്കത്ത തിരക്കായിരുന്നു കടയിൽ കേട്ടോ, നല്ല തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ മേടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ശരി.